ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ചിക്കൻ വറുത്തരച്ച് വയ്ക്കുന്നതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങ നമ്മൾ എയർ ഫ്രയറിൽ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു. നമുക്കിത് എയർ ഫ്രയറിൽ തന്നെ ചൂടാക്കിയെടുക്കാം. എയർ ഫ്രയർ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്ന് തണുക്കാൻ വയ്ക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ ഇടാൻ വേണ്ടിയുള്ള സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, സ്റ്റാർ, ബേ ലീഫ് എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വഴറ്റിയെടുക്കാം. തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയിലേക്ക് ഒരു പൊടി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അതുപോലെ ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവാള ഒരു പകുതി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ച് ചതച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇടിച്ച് ചേർക്കുന്നതായിരിക്കും കറിക്ക് ടേസ്റ്റ് കൂടാൻ ചാൻസ്. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക, ഇടിച്ച് ചതച്ച് ചേർക്കുക. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയുടെ ഒരു പകുതി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.25 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് വറുത്തരച്ച കറിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ഈ ചിക്കൻ വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ. ഇളക്കി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്തിടണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം ചിക്കൻ വേവാൻ വേണ്ടിയത്. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക.
ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വെണ്ണ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. ചിക്കൻ കറിയെല്ലാം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. കുറച്ച് വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് കഴിക്കാം. ചിക്കൻ കറി തുറന്ന് നോക്കി ചെക്ക് ചെയ്യാവുന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെയൊക്കെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.